അയോധ്യയിലെ രാമക്ഷേത്രവും അവിടുത്തെ പ്രതിഷ്ഠാ ചടങ്ങുമാണ് ഇപ്പോൾ വാർത്തകളിലും ചർച്ചകളിലും ഇടം പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം എന്തെന്നാൽ പ്രതിപക്ഷ നേതാക്കളിൽ ആരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശയക്കുഴപ്പം തന്നെയാണ് ഈ ഒരു ചടങ്ങിലേക്കുള്ള ക്ഷണം സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നത് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളായിരിക്കും. ഇനി മറിച്ചാണെങ്കിൽ കോൺഗ്രസ് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ ബി.ജെ.പി. അത് ആയുധമാക്കി ഏത് രീതിയിൽ പ്രചരിപ്പിക്കുമെന്നത് കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ വലിയൊരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിലനിൽക്കുന്നത്. ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ പണ്ട് ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട്, കോൺഗ്രസിന്റെ ആ സമീപനങ്ങൾ കൊണ്ട് തിരിച്ചടി മാത്രമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത്. അതിനുശേഷം അങ്ങോട്ട് കോൺഗ്രസിന് ഒരുപാട് തോൽവികളാണ് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നതും. ഇവിടെ ഏതെല്ലാം തരത്തിൽ ഈ ഒരു പ്രശ്നം കോൺഗ്രസിനെ രാഷ്ട്രീയമായി പ്രതികൂലമായ രീതിയിൽ ബാധിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. എന്നാൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം മുഖ്യ പ്രചാരണ വിഷയമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. 50% വോട്ട് വിഹിതമെങ്കിലും ഇക്കുറി നേടണമെന്നാണ് ബി.ജെ.പി. ഭാരവാഹികൾക്കുള്ള നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. ചടങ്ങിന് ഒരാഴ്ച മുൻപ് സമൂഹ മാധ്യമങ്ങൾ അടക്കം പ്രചാരണം ശക്തമാക്കണമെന്നാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബൂത്ത് ഭാരവാഹികൾ വീടുകൾ കയറണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രദേശത്തെ മുതിർന്ന നേതാവിനാണ് ഇതിന്റെ ഏകോപന ചുമതല നൽകിയിട്ടുള്ളത്. ചടങ്ങുകൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. സമൂഹ മാധ്യമങ്ങളിൽ തത്സമയ സംപ്രേഷണം നടത്തണം. ഇതിനോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിലും ചടങ്ങ് പ്രദർശിപ്പിക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ജനുവരി 22-നാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെയെയും സോണിയാഗാന്ധിയെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. പിന്നാലെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും ക്ഷണക്കത്ത് നൽകിയിരുന്നു. എല്ലാ ദേശീയ പാർട്ടി നേതാക്കളെയും ക്ഷണിക്കുന്നതിന്റെ ഭാഗമായേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് CPM വൃത്തങ്ങൾ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ CPM പങ്കെടുക്കില്ല എന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ വൃന്ദ കാരാട്ട് പറയുന്നു. മതവിശ്വാസങ്ങളെ CPM ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ മതചടങ്ങുകൾ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് വൃന്ദ കാരാട്ട് പറയുന്നത്. ഇത് ശരിയായ നടപടിയല്ല. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ CPM പങ്കെടുക്കില്ലെന്നും വൃന്ദ കാരാട്ട് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ചടങ്ങിലേക്ക് ലഭിച്ച ക്ഷണം അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. അതേസമയം സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് പുറമെ NCP അധ്യക്ഷൻ ശരത് പവാറിനും ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടി അധ്യക്ഷന്മാരെയും ചടങ്ങിലേക്ക് ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട്. ചടങ്ങിൽ സോണിയാഗാന്ധിയോ പ്രതിനിധി സംഘമോ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. മതവിശ്വാസങ്ങളെ മാനിക്കുകയും ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് CPMന്റെ നയം. രാഷ്ട്രീയ നേട്ടത്തിന് മതത്തെ ഉപയോഗിക്കരുത്. അതിനാൽ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞിരുന്നു. മതപരമായ ചടങ്ങിനെ സംസ്ഥാന സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്തിന് മതപരമായ ബന്ധം പാടില്ലെന്നാണ് ഭരണഘടന വ്യക്തമാക്കുന്നത്. സുപ്രീം കോടതി ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട്. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണെന്നും യെച്ചൂരി പറയുന്നുണ്ട്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാത്തതിനെ വിമർശിച്ച VHP ദേശീയ വക്താവ് വിനോദ് ബൻസലിന് മറുപടി കൂടിയാണ് സീതാറാം യെച്ചൂരിയുടെ ഈ പ്രതികരണം. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ CPIM പോളിറ്റ് ബ്യൂറോ പുറപ്പെടുവിക്കുന്ന പ്രസ്താവന ഇങ്ങനെയാണ്: അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. മതവിശ്വാസങ്ങളെ മാനിക്കുകയും ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് CPIM നയം. മതം വ്യക്തിപരമായ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്നു. അത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപകരണമായി മാറരുത്. അതിനാൽ ഞങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കില്ല. ഒരു മതപരമായ ചടങ്ങിനെ ബി.ജെ.പിയും RSSും പ്രധാനമന്ത്രിയും UP മുഖ്യമന്ത്രിയും
മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും നേരിട്ട് പങ്കെടുക്കുന്ന സ്റ്റേജ് സ്പോൺസേർഡ് പരിപാടിയാക്കി മാറ്റിയത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഭരണകൂടത്തിന് ഒരിക്കലും മതപരമായ ചായ്വുണ്ടാകാൻ പാടില്ല എന്നതാണ് ഒരു അടിസ്ഥാന തത്വം. സുപ്രീം കോടതി ആവർത്തിച്ചിട്ടുള്ള ഈ നിലപാട് ക്ഷേത്ര ഉദ്ഘാടന പരിപാടിയുടെ സംഘാടനത്തിലൂടെ ഭരണകക്ഷി ലംഘിക്കുകയാണ്. എന്നാൽ അതേസമയം VD സതീശന്റെ പ്രതികരണമാണ് ഇപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറുകയാണ് VD സതീശൻ ചെയ്തത്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങില് കോൺഗ്രസ് പ്രതിനിധി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമെന്ന് അന്വേഷിക്കും. അല്ലല്ല, അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ചിട്ടുള്ള എനിക്കറിയില്ല. ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല. അത് ദേശീയ തലത്തിലാണ് അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത്. ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല. കേരളത്തിൽ നിന്ന് ഒരു വിഷയം കൂടി പറയട്ടെ. എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും കൃത്യമായ വ്യക്തമായ മറുപടിയുള്ള VD സതീശൻ എന്തുകൊണ്ടാണ് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു ചടങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളോട് മുഖം തിരിക്കുന്നത്? പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും കൃത്യമായി മറുപടി പറഞ്ഞ് തങ്ങളുടെ നിലപാട് അറിയിക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് VD സതീശൻ. ഇത് BJPയെ ഭയന്നിട്ടാണോ, അതോ BJPയോടുള്ള കോൺഗ്രസിന്റെ മമത തന്റെ മറുപടിയിലൂടെ വെളിച്ചത്താകും എന്ന ഭയമാണോ ഇത്തരം ചോദ്യങ്ങളിൽ നിന്നും മാത്രം VD സതീശനെ പുറകോട്ട് വലിക്കുന്നത്?